മലപ്പുറത്ത് താനൂരിൽ നിന്നും കാണാതായ +2 വിദ്യാർത്ഥിനികളെ ഇന്ന് പുലർച്ചെ 1:45 ചെന്നൈ എഗ്മോർ ട്രെയിനിൽ ലോണാവാലയിൽ നിന്നും RPF കണ്ടെത്തുന്നത്. തിരൂർ സ്റ്റേഷനിൽ നിന്നും പെൺകുട്ടികളുടെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ടതും മുംബൈയിൽ സലൂണിലെത്തിയ വിവരവും പെൺകുട്ടികളുടെ ആദ്യ പ്രതികരണവും പെൺകുട്ടികളെ കണ്ടെത്തിയ വിവരവും പുറത്തുവിട്ടത് 24 ആയിരുന്നു. അഭിമാനമുണ്ട് ഞങ്ങൾക്ക്. താനൂരിൽ നിന്ന് കുട്ടികളെ കാണാതാകുന്നത് ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:30. താനൂരിലെ വീട്ടിൽ നിന്നും പരീക്ഷയ്ക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ പെൺകുട്ടികൾ താനൂർ ദേവദാർ സ്കൂളിൽ എത്തിയില്ല. സ്കൂൾ അധികൃതർ വീട്ടിലേക്ക് വിളിച്ചപ്പോഴാണ് ഇരുവരെയും കാണാനില്ലെന്ന വിവരം വീട്ടുകാർ അറിയുന്നത്. വീട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് കുട്ടികൾക്കായി വ്യാപക തിരച്ചിൽ. ഇതിനിടെ പെൺകുട്ടികൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ 24 പുറത്തുവിട്ടു. പിന്നെയും ആശങ്കയുടെ മണിക്കൂറുകൾ. കുട്ടികൾ മുംബൈയിലെത്തിയെന്ന നിർണായക വിവരം 24 പുറത്തുവിട്ടതോടെ കുട്ടികളുടെ ജീവൻ ആപത്തില്ലെന്ന ആശ്വാസം. മുംബൈ CST റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാത്രി 11:15 പെൺകുട്ടികളുടെ ഫോണിന്റെ സിഗ്നൽ ലഭിച്ചതോടെ കുട്ടികൾ എവിടെയെന്നതിൽ കൃത്യത വന്നു. മുംബൈയിൽ കുട്ടികളെത്തിയ സലൂണിന്റെ വിവരങ്ങളും 24 പുറത്തുവിട്ടു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കാണ് മുംബൈയിലെ സലൂണിൽ കുട്ടികൾ മുടിവെട്ടുന്നതിനായി എത്തുന്നത്. സലൂണിലെത്തിയ കുട്ടികളുടെ ദൃശ്യം ഉടമ ലൂസി പകർത്തിയത് നിർണായകമായി. ലൂസിയുടെ ഫോണിൽ നിന്ന് പെൺകുട്ടികൾ വിളിച്ച റഹീം അസ്ലമിന്റെ പ്രതികരണം ആദ്യം നൽകിയതും 24. മുംബൈ സിറ്റിന്ന് ഫുഡിന്റെ ഒരു കാര്യം ഉണ്ടല്ലോ, അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഇവര് ഓക്കെ പിരിയണത്. ലാസിയ സലൂണിലാണ് കയറിയത്. അവിടുന്നാണ് പോലെ ഈ മറ്റേ എന്താ മുടി കട്ട് അങ്ങനെയൊക്കെ ചെയ്തെന്നൊക്കെ പറയണത് ഓർക്ക് വിളിച്ചപ്പോ. അപ്പൊ അവിടേക്ക് ഞാൻ കോണ്ടാക്ട് കാര്യങ്ങളൊക്കെ ഞാനെല്ലാം അപ്പപ്പ പോലീസിനെ കൈമാറുന്നുണ്ട്. എന്നെ നിരന്തരം വിളിച്ചോണ്ടിരിക്കുന്നു. വീട്ടിൽ നിന്ന് എന്താ വെച്ചാൽ ഇറങ്ങി പോകാൻ പറഞ്ഞു, പോകാൻ പറഞ്ഞെന്ന് പറഞ്ഞു. വാപ്പന്തോ ശേഷം അങ്ങനെ പ്രശ്നമായിട്ട് ഓളെ ഇറങ്ങിയതാന്നൊക്കെ പറയണത്. ഞാൻ കുറെ പറഞ്ഞ് മനസ്സിലാക്കി എന്തിനാ അങ്ങനെ ചെയ്യണം, അങ്ങനെ എങ്ങനെ. അപ്പൊ അതിനൊന്നല്ല ഞങ്ങളിപ്പോ തന്നെ പോകും. നാട്ടിലേക്ക് തിരിച്ച റഹീം റായ്ഗഡ് ജില്ലയിലെ റോഹ റെയിൽവേ സ്റ്റേഷനിൽ യാത്ര അവസാനിപ്പിച്ചിറങ്ങിയ വിവരവും 24 പുറത്തുവിട്ടു. കുട്ടികളുമായി ഫോണിൽ ബന്ധപ്പെട്ട സന്നദ്ധ പ്രവർത്തകൻ സുധീറിന്റെ പ്രതികരണവും ആദ്യം പുറത്തുവിട്ടത് 24. അതുകൊണ്ട് നമുക്ക് അത് വീട്ടിൽ പോകണ്ട, വീട്ടിൽ പോകുമെന്നും വേണ്ട. അല്ല, നിങ്ങൾ രണ്ടുപേരും, എനിക്ക് ഒരു മോളുണ്ട്. എന്റെ മോള് 17 വയസ്സ് പ്രായമുള്ളതാണ്. അപ്പൊ നിങ്ങൾ 2 പെൺകുട്ടികളാ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ അതിനുവേണ്ടി വിളിച്ചത് അങ്കിള് കേട്ടോ. അതില് കൊടുത്ത വയസ്സല്ലേ ഞങ്ങളത്. എത്ര വയസ്സുണ്ട് ഇപ്പം? ഞങ്ങൾക്ക് 17 കഴിഞ്ഞ് 18 വയസ്സായി. മുംബൈയിൽ നിന്നും ചെന്നൈ എഗ്മോറിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന പെൺകുട്ടികളെ രാത്രി 1:45 RPF കണ്ടെത്തുന്നു. ലോണാവാലയിൽ നിന്നും RPF ഇൻസ്പെക്ടർ സഞ്ജയ് സിംഗ് കുട്ടികളെ കണ്ടെത്തിയ വിവരം 24മായി പങ്കുവയ്ക്കുന്നു. ലോണാവാലയിൽ നിന്ന് പുലർച്ചെ 3 മണിയോടെ പെൺകുട്ടികളെ പൂനെ RPF ഓഫീസിലെത്തിച്ചു. അവിടെ നിന്ന് ആരോഗ്യ പരിശോധനയ്ക്കായി പൂനെയിലെ സസൂൺ ആശുപത്രിയിലേക്ക് മാറ്റി. ഇവിടെ നിന്ന് കെയർ ഹോമിലേക്ക് മാറ്റുമെന്നാണ് അവസാന വിവരം. ന്യൂസ് ഡെസ്ക് 24.